അടൽ വയോ അഭ്യുദയ് യോജന ആസ്പദമാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിനു വേണ്ടി കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോമിത്ര എപ്പിസോഡ് 13 വൃദ്ധസദനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. മുത്തച്ഛൻ എവിടെയാണ്? മോളെ, ഞാൻ ഇതാ വരുന്നു. മുത്തച്ഛ, പുറത്തോട്ടൊന്ന് നോക്കിക്കേ. നല്ല മഞ്ഞാണ്, തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഈ ഒരു തണുത്ത കാലാവസ്ഥയില് ഒത്തിരി പേർക്ക് അസുഖം വരുന്നുണ്ട്. മുത്തച്ഛൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ പറഞ്ഞത് ശരിയാ മോളെ. എന്നെ പോലുള്ള പ്രായമായവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാ. അങ്ങനെ പറയല്ലേ മുത്തച്ഛ, ഇതൊന്നും ശരിയല്ല. നമുക്കൊരു മാറ്റം വേണ്ടേ? നമ്മുടെ വയോധികർ നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ അഭിമാനമാണ്. അവരെ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മുത്തച്ഛ? അതൊക്കെ ശരി തന്നെയാ മോളെ. തൽക്കാലം നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം. പരിപാടി തുടങ്ങാൻ സമയമായി വരുന്നു. എന്താ, നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ? അയ്യോ, ഞാനത് മറന്നുപോയി മുത്തച്ഛ. 2 മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. നീ മറന്നോ? അതാ ഇപ്പൊ നന്നായത്. ശ്രോതാക്കൾ നമ്മളുടെ പരിപാടി കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. മുത്തച്ഛ പോകല്ലേ, 2 മിനിറ്റ്. ഓക്കെ, ഞാൻ റെഡി. നമുക്ക് പോകാം മുത്തച്ഛ. നീ പെട്ടെന്ന് എത്തിയല്ലോ മോളെ. അതെ മുത്തച്ഛ, നമ്മൾ കൃത്യസമയത്ത് പരിപാടി തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിഷമാവില്ലേ? അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ മുത്തച്ഛ? ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും. അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും. ആദരവാൽ നിറയും ചുളിവെല്ലാം നെഞ്ചിലേക്ക് കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ ഭരതൻ മുത്തച്ഛൻ. ഞാൻ ലക്ഷ്മി, നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾ. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് സാമൂഹ്യനീതി ശാക്തീകരണ പദ്ധതികളെക്കുറിച്ചും അവ നിങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോകളുടെ സഹകരണത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. മാത്രവുമല്ല കൂട്ടുകാരെ, സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം സമൂഹത്തിൽ സാമൂഹ്യ നീതിയും ക്ഷേമവും ഉറപ്പാക്കുന്നു. മന്ത്രാലയം തുടർച്ചയായി പുതിയ നയങ്ങളും പരിപാടികളും വ്യക്തികൾക്കും വൈകല്യമുള്ളവർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും മുതിർന്ന പൗരന്മാർ എന്നിവർക്കും സാമൂഹ്യ നീതിയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നു. മോളെ, നിനക്കൊരു കാര്യം കേൾക്കണോ? ഇന്നലെ ഞാൻ ഒരു മാന്യമായ വ്യക്തിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്. ശരിക്കും? എന്നെക്കുറിച്ച് എന്താ മുത്തച്ഛ പറഞ്ഞത്? അദ്ദേഹം എന്നോട് പറയുകയാണ്, ഭരതേട്ടാ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണാവോ കാര്യം? അപ്പോൾ അദ്ദേഹം പറയുകയാ, സ്നേഹമുള്ളൊരു കൊച്ചുമോൾ ഉണ്ടല്ലോ താങ്കൾക്കെന്ന്. ഓ, ശരിക്കും മുത്തച്ഛ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛനാണ്. കൂടാതെ അദ്ദേഹം നമ്മുടെ പരിപാടികളെല്ലാം സ്ഥിരമായി കേൾക്കുന്നുണ്ടെന്ന്. നമ്മുടെ പരിപാടികളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. മതി മതി, എത്രയെന്ന് പറഞ്ഞാണ് മുത്തച്ഛൻ എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? തീർന്നില്ല മോളെ. ഒരു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു വാക്കർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിനായിട്ട് എന്തെങ്കിലും ഉപായം നിന്റെ അടുത്തുണ്ടോ? എന്റെ പക്കലല്ല മുത്തച്ഛ. അടൽ വയോ അഭ്യുദയ യോജനയിൽ തീർച്ചയായിട്ടും ഒരു ഉപായം ഉണ്ടാകും. നീ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അടൽ വയോ യോജനയുടെ കീഴിൽ വയോശ്രീ യോജന എന്ന പദ്ധതിയിൽ ആവശ്യക്കാരായ മുതിർന്ന പൗരന്മാർക്ക്, അതായത് നടക്കാൻ കഴിയാത്തവർക്ക് ഊന്നുവടി, വോക്കർ, കേൾവിക്കുറവുള്ളവർക്ക് ശ്രവണ സഹായി, കാഴ്ചക്കുറവുള്ളവർക്ക് കണ്ണടകൾ കൂടാതെ മറ്റു പല സൗകര്യങ്ങളും നൽകി വരുന്നുണ്ട്. കൊള്ളാം മോളെ, ശരിക്കും ഇതൊരു നല്ല പദ്ധതിയാണല്ലോ. അതേ മുത്തച്ഛ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 1 4 5 6 7 എന്ന മാന്ത്രിക നമ്പറിൽ വിളിക്കുക. അതെ അതെ, മാന്ത്രിക നമ്പർ തന്നെയാണ്. മോളെ, നിനക്കറിയാമോ, ഇന്നലെ ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസം. അദ്ദേഹത്തിന്റെ മക്കള് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഹലോ, ആരാണ്? സുഹിയാണ് ഭരതേട്ട. ഞാനാ സുഹിയ. സുഹിയൻ ബായ്, സുഖമാണോ? നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറെ നാളായല്ലോ വിളിച്ചിട്ട്. എന്തു പറയാനാ, മക്കളെല്ലാം വളർന്നു, ഒരുപാട് വളർന്നു പോയി. അല്ല, നിനക്കിതെന്തു പറ്റി? നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നല്ലോ. എന്തു പറയാനാ, മക്കളൊക്കെ ഉത്സവ സമയങ്ങളിൽ മാത്രമേ എന്നെ ഓർക്കാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനുള്ളിലും പുറത്തുമൊക്കെ അലഞ്ഞു തിരിയുന്നു. പക്ഷേ നിന്റെ മക്കള് വിവേകമുള്ളവരായിരുന്നല്ലോ, അല്ലേ? അവർക്ക് വിവേകം കൂടിപ്പോയി. അവരുടെ അപ്പനെ അവർ മറന്നു. ഞാൻ എങ്ങനെ കഴിയുന്നു എന്ന് പോലും അവർ അന്വേഷിക്കാറില്ല. നീ അങ്ങനെ പറയാതെ, നിനക്ക് ഞാനുണ്ട്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഭരതേട്ട. നിങ്ങളുടെ കൊച്ചുമകൾ എത്ര നന്നായാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. എനിക്കാണെങ്കിൽ അസുഖങ്ങളും പോരാത്തതിന് ഏകാന്തമായ ജീവിതവും. ഭരതേട്ട എപ്പോഴും ലക്ഷ്മിയോടൊപ്പം സന്തോഷവാനായിട്ടിരിക്കുക. ശരി, പറ, എന്താ നിന്റെ പ്രശ്നം? ഒരുപക്ഷെ ലക്ഷ്മിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രതിവിധി അവളുടെ അടുത്ത് കാണും. അതെ അതെ, എന്നോട് പറയൂ സുഹിയ മുത്തച്ഛ, എന്താണ് മുത്തച്ഛനെ അലട്ടുന്ന പ്രശ്നം? മോളെ, മുതിർന്ന പൗരന്മാർക്കുള്ള കുറെ പദ്ധതികളെ കുറിച്ച് നീ പറയുന്നത് കേട്ടിരുന്നു. കൂടാതെ ഈ വൃദ്ധസദനങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് കുറെ അധികം സൗകര്യങ്ങളുണ്ടെന്നും കേട്ടു. അതെ മോളെ ലക്ഷ്മി, നീ വിശദമായി വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഒന്ന് പറയ്. കുറെ പേർ എന്നോട് അതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സുഹിയ മുത്തച്ഛ, വിഷമിക്കാതെ റേഡിയോ തുടർന്ന് കേൾക്കുക. ഞാൻ എല്ലാ പദ്ധതികളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ പറയാം. പ്രായമായ വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. കുടുംബവുമായി താമസിക്കാൻ കഴിയാത്തവർക്കും സഹായം ആവശ്യമുള്ളവർക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും മുതിർന്നവർക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് വൃദ്ധസദനങ്ങൾ. അവിടെ അവർക്ക് സുരക്ഷിതത്വവും സുഖകരവുമായ അന്തരീക്ഷവും പിന്തുണയും ലഭിക്കുന്നു. ഇത് കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. പക്ഷേ മുതിർന്നവർക്ക് ഇതെങ്ങനെ സഹായകമാകും? അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭിക്കുക? അതായത് മുത്തച്ഛ,
വൃദ്ധസദനങ്ങൾ പ്രായമായവരുടെ ആരോഗ്യം, സുരക്ഷ, ജീവിത നിലവാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സുഖപ്രദമായ മുറികൾ, പോഷകസമൃദ്ധമായ ആഹാരം, ശുദ്ധജലം, ശുചിത്വം, പിന്നെ പതിവായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, കൃത്യമായ മരുന്നുകൾ നൽകുക, ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനങ്ങളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. കൂടാതെ വിനോദങ്ങളിൽ ഏർപ്പെടുക, സംഗീതം, ഗെയിമുകൾ, യോഗ, ഉത്സവവേളകളിലും ജന്മദിനങ്ങളും ആഘോഷിക്കുക. കൂടാതെ മാനസിക പിന്തുണയ്ക്കായി കൗൺസിലിംഗും നടത്തുന്നു. മോളെ ലക്ഷ്മി, അപ്പോ സുരക്ഷയോ? അത് പിന്നെ പറയാനുണ്ടോ മുത്തച്ഛ. 24 മണിക്കൂറും CCTV ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണവും, കൂടാതെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശീലനം ലഭിച്ച ജീവനക്കാരും അവിടെയുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങളും മതപരമായ പ്രവർത്തനങ്ങളും, കുളിക്കുന്നതിനും വസ്ത്രം മാറ്റുന്നതിനും വ്യക്തിപരമായ സഹായവും ഉണ്ട്. ലൈബ്രറിയും ഇന്റർനെറ്റ് സേവനവും ഡോക്ടറിന് ഗതാഗത സൗകര്യം ലഭ്യമാക്കുന്നു. പക്ഷേ മോളെ ലക്ഷ്മി, നിരാലംബരായ പ്രായമായവരെ നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുമെന്നാണ് ഞാൻ കേട്ടത്. അതും വൃദ്ധസദനം പോലെയാണോ? അതേ മുത്തച്ഛ, വൃദ്ധസദനങ്ങൾ പലതരത്തിലുണ്ട്. നേഴ്സിംഗ് ഹോമുകൾ അവയിലൊന്നാണ്. ഓ, അത് ശരി. ഇതുപോലെ വേറെയുമുണ്ടോ? വിശദമായി ഒന്ന് പറയുമോളെ. അതേ മുത്തച്ഛ, ഞാൻ വിശദമായി പറയാം. ആദ്യമായിട്ട് ഞാൻ റെസിഡൻഷ്യൽ ഹോംസിനെ കുറിച്ച് പറയാം. ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നൽകുന്ന പൊതുവായ ജീവിത സൗകര്യങ്ങൾ നൽകുന്നു. അതായത് താമസം, ഭക്ഷണം, പരിചരണം. അടുത്തതായി നേഴ്സിംഗ് ഹോംസ്. ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പ്രായമായ വ്യക്തികൾക്കുള്ളതാണിത്. അടുത്തത് റീഹാബിലിറ്റേഷൻ ഹോംസ്. ശസ്ത്രക്രിയയിൽ നിന്നോ പരിക്കിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന മുതിർന്നവർക്കുള്ളതാണ് റീഹാബിലിറ്റേഷൻ ഹോംസ്. ഇവിടെ അവർക്കായി വൈദ്യപരിചരണവും ഫിസിയോതെറാപ്പിയും വാഗ്ദാനം ചെയ്യുന്നു. അപ്പോഴീ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായവരുടെ കാര്യമോ? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായും മുത്തച്ഛ, അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലൈസ്ഡ് ഹോംസ് ഉണ്ട്. ഡിമെൻഷ്യയോ അൾഷിമേഴ്സോ ബാധിച്ച പ്രായമായവരെയാണ് ഇവിടെ പരിചരിക്കുന്നത്. പരിചരണത്തിനായി പൂർണ്ണ പരിശീലനം ലഭിച്ച ജീവനക്കാരും ഉണ്ട്. എന്റെ ലക്ഷ്മി മോളെ, അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മുത്തച്ഛ. മുത്തച്ഛ, നമുക്ക് ബോധവൽക്കരണം തുടരാം. സുപ്രധാന സൗകര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രോതാക്കൾ കാത്തിരിക്കുകയാവും. അടൽ വയോ അഭ്യുദയ യോജന എന്ന പരിപാടിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ. സാർവത്രിക സഹോദരി സമിതി അനാഥ മന്ദിരത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാർ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം വയോജനങ്ങൾക്ക് വേണ്ടി പ്രാമുഖ്യം കൊടുക്കുന്നതാണ്. സാറിന്റെ ആ ഒരു സമിതിയിൽ എത്ര വയോജനങ്ങളാണുള്ളത്? അവിടെ 86 സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇപ്പോഴും അവരിൽ ചിലർ മാനസിക രോഗമുള്ളവരും ഉണ്ട്. എങ്കിലും അവരെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി ചികിത്സയ്ക്ക് വിധേയമാക്കി മരുന്ന് കൊടുത്തു ശുശ്രൂഷിച്ച് അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നുണ്ട്. ബഹുഭൂരിപക്ഷ ആളുകളും നല്ല നിലയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു വരുന്നുണ്ട്. അവിടെ ഈ പ്രധാനമായിട്ടും എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവർക്ക് പ്രദാനം ചെയ്യുന്നത്? ഞങ്ങൾ കൂടുതലും തെരുവിൽ നിന്ന് വികൃതമായി നടക്കുന്ന ആൾക്കാരെ, കെട്ടും പാണ്ടങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് അവരെ വൃത്തിയാക്കി 2-3 ദിവസം ഒബ്സർവ് ചെയ്ത് അവരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുകയാണ്. ഇതിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഹാപ്പിയാണ്. കാരണം തെരുവിൽ അവർക്ക് ഭക്ഷണവും ഒന്നുമില്ലാതെ വലിഞ്ഞിരുന്ന്, കിടപ്പാടം ഒന്നുമില്ലാതെ വലിഞ്ഞിരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ നന്നാക്കി എടുക്കുമ്പോഴേ അവരുടെ എല്ലാ നേരവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ടൈമിന് കിട്ടുകയും മരുന്നുമൊക്കെ ടൈമിന് കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴേ അവരെല്ലാവരും ഹാപ്പി തന്നെയാണ്. പിന്നെ തെരുവിൽ കൂടെ നടന്ന് കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് അവർക്കത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. എങ്കിലും അവരെല്ലാവരും ഹാപ്പി തന്നെയാണ്, സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. വൃദ്ധസദനത്തിലേക്ക് വരുന്നവർക്ക് ഒരു പ്രൊസീജിയർ കാണുമല്ലോ സാർ, അത് എന്തൊക്കെയാണ്? അവിടെ നമ്മൾ ഇവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. അഡ്രസ്സ് കളക്ട് ചെയ്യാൻ പലർക്കും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഭാഷയും എല്ലാം ഒരു പ്രശ്നങ്ങളാണ്. എങ്കിലും ഒരു ദൈവീക പദ്ധതിയായിട്ട് ഇത് നടത്തുന്നതുകൊണ്ട് അവരുമായിട്ട് ആശയവിനിമയം ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരെ അഡ്രസ്സ് കണ്ടെത്തി
അവരുടെ വീടുകളിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആളുകൾ, മാനസിക രോഗം മൂലം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ഈ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. പലർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഇന്നത്തെ ഒരു ബുദ്ധിമുട്ട്. ഈ തെരുവിൽ കൂടെ നടക്കുന്നവരെല്ലാവരും അവരുടെ കുഴപ്പം കൊണ്ടല്ലാതെ അവരുടെ ആ രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ നടക്കുന്നത്. അത് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ എടുത്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ചിലരെ വീടുകളിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ എടുക്കണമെന്ന് പറയും. അല്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള ചില കേസുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അവരെ എല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ലഹരി മരുന്ന് യൂസ് ചെയ്യുന്നവരുടെ കാര്യമൊക്കെ സാറ് പറഞ്ഞു. അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കാറുണ്ടോ? അവർക്ക് ബോധവൽക്കരണത്തിന് ഇടയ്ക്ക് ചില ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴേ അങ്ങനെ ലഹരി കഴിക്കണമെന്നുള്ളൊരു ടെൻഡൻസി അവർക്കില്ല, ഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല. ചിലർക്ക് വളരെ അപൂർവം ചില ആളുകൾ പുറത്തു പോയി കറങ്ങി അടിച്ച് നടക്കണമെന്നുള്ളൊരു ടെൻഡൻസി ഉള്ളവരും ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ അങ്ങനെ വിടത്തില്ല. എന്നാലും ചില ആളുകളൊക്കെ നമ്മളെ തപ്പി പോയെന്നിരിക്കും. എങ്കിലും പോകാതിരിക്കാൻ ശ്രമിക്കും നമ്മൾ. അതിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരിക്കും. അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പുറത്ത് എന്തെങ്കിലും ചില്ലറ ജോലികൾക്ക് വേണ്ടിയൊക്കെ ഇവരെ വിനിയോഗിക്കും. ഇവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവർ നടന്ന് എന്തെങ്കിലുമൊക്കെ കൈയും കാലും ഒക്കെ അനങ്ങാനും ജോലിക്ക് വേണ്ടി വിടും. അതിലെ ജോലി ചെയ്യുന്നവർ കാണും, മാറി തള്ളത്തിൽ ഇരിക്കുന്നവർ കാണും. പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ചില ആളുകൾ നമ്മുടെ കണ്ണു വെട്ടിച്ച് പോയെന്നിരിക്കും. എങ്കിലും പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ സാറ് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഈ ഒരു സമിതിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുമായിരിക്കും? കൂടുതലും തറ വൃത്തിയാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, പോച്ച പറിച്ച്, പിന്നെ കൃഷി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. കാലി വളർത്തലുണ്ട്, അതിനുള്ള അധ്വാനം അവരുടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. അങ്ങനെയാണ് ഇത്. പിന്നെ അതിലെ ചിലരൊക്കെ മാറി കുറച്ചേരം ഇരിക്കും. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിടും. അത് അവരെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കത്തില്ല. അവർക്ക് ഉല്ലാസിതമായിട്ട് പോകാനും വരാനും അവിടെ നടക്കാനും എല്ലാം ഉള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പല ദിക്കിൽ നിന്നാണ് ആളുകൾ വരുന്നത്. ഇവരെല്ലാം ഒരു ഏകോപിച്ച് ഒരു സൗഹൃദ വലയത്തിൽ എങ്ങനെയാണ് എത്തിക്കുന്നത്? പറഞ്ഞു വരുമ്പോഴൊരു ദൈവീയ പദ്ധതിയായിട്ടാണ്. ഇതെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അവരോട് കൂടെ ദൈവം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം കല്ലിൽ തട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും അവരാ കറക്റ്റ് ഹൈറ്റിന് കാലെടുത്ത് വെച്ച് പോകും. അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും അവർക്കൊരു സംരക്ഷണമുണ്ട്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. അവരങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ അവർക്കൊരു ഉല്ലാസം, പരസ്പരം സംസാരിച്ച് സന്തോഷിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെ പോകാനുള്ള ഒരു പല മനോഭാവത്തിലുള്ളവരാണ്. എങ്കിലും സൗഹാർദ്ദമായിട്ടും സന്തോഷമായിട്ടും പോകുന്നുണ്ട്. ഭക്ഷണ സമയത്ത് എല്ലാവരും നിരന്നിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഉള്ളത് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഒരു വലിയ നേട്ടമാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം വന്നാലുടനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കും. ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യും. അതിലൊന്നും നമ്മൾ വീഴ്ച വരുത്തത്തില്ല. ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ നമുക്കൊരു കൺസെഷൻ ഉണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് അവർ അത് ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരു ഹെൽപ്പുണ്ട്. ഗവൺമെന്റ് നോക്കേണ്ടതാണ്. ഒരു ബന്ധവുമില്ലാത്ത, നമുക്കൊരു രക്തബന്ധവുമില്ല, ഒരു ഭാഷയും അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്ന് ഏറ്റവും വലിയൊരു പുണ്യ പ്രവർത്തി തന്നെയാണ്. കൊണ്ടുവന്നത് ചെയ്യുമ്പോഴേ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. ഇപ്പൊ ഞാന് പലപ്പോഴും വിചാരിക്കും, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരുടെയൊക്കെ ചിരിയും ഇവരുടെയൊക്കെ സംഭാഷണവും നമുക്കൊരു സന്തോഷം. ശരിയാണ്, ഏകാന്തതയാണല്ലോ ഒരു പക്ഷേ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ. നമ്മൾ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, നിരുപാധികം സ്നേഹിക്കുക. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർ കാണും, അവരെ നമ്മൾ സ്നേഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. തീർച്ചയായും. എന്നെ അടിച്ചിട്ടുള്ളവരുണ്ട്, പക്ഷെ അവരെപ്പോഴും എന്നോട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്.
നമ്മൾ വെറുക്കാൻ പോയാൽ ശരിയാതില്ല. അതെ. വെറുപ്പ് ഉദ്ദേശം വൈരാഗ്യം പാടില്ലെന്ന് അതെ അതെ ആണ് അതെ അതെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കണ്ട ഒരു ഫീൽഡാണ്. അങ്ങനെയാണിത് ഞാൻ എൻജോയ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു മേഖലയാണെങ്കിൽ നമ്മളും കൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മള് വീടുകളിലെ 1-2 മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിതം മൊത്തം കളയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് അധ്വാനിക്കുന്നു. ഇത് കൂടുതൽ ആളുകൾ ഒരേ ടൈമിന് രക്ഷപ്പെടുന്ന ഒരു ഇത് തീർച്ചയായും 10-90 ആൾക്കാര് ഇങ്ങനെ ഇത്. അല്ലാതെ എനിക്ക് മാനസിക രോഗികൾ മാത്രമായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അത് വേറൊരു വിഭാഗത്തിലാണ്. ഓൾഡ് ഏജിന്റെ ഇതില് ഉള്ള ആൾക്കാരുടെ എണ്ണമാണ് പറയുന്നത്. ടോട്ടൽ എനിക്കൊരു 400ഓളം ആൾക്കാരുണ്ട്. അവര് എല്ലാവിധ ചികിത്സ ആവശ്യമുള്ളവരും ചികിത്സ വേണ്ടാത്ത ആൾക്കാരും എല്ലാം ഉണ്ട്. പക്ഷെ മാനസിക രോഗം മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. 80% ആളുകളും മാനസിക വിഭ്രാന്തി, ഈ തെരുവിലുള്ളവര് മാനസിക വിഭ്രാന്തി ഉള്ളവരാണ്. അവരെ നമ്മൾ കരുതലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോയാലേ ശരിയാവും. തീർച്ചയായും ഏറ്റവും വലിയൊരു ദൗത്യം തന്നെയാണ് അതില്. ഞാൻ ഒരു 650ഓളം ആൾക്കാരെ ഇതുവരെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം, തീർച്ചയായും അതൊക്കെ അവരുടെ ആ സന്തോഷം കാണുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നമ്മുടെ ഈ പ്രയത്നം കൊണ്ടുള്ള റിസൾട്ട് ഇവരെല്ലാരും സന്തോഷമായിട്ട് വീടുകളിൽ എത്തുമ്പോഴുള്ള ഇതാണ്. അതെ, നമുക്ക് അവളുടെ മുഖത്ത് കാണുന്ന സന്തോഷം നമ്മുടെ മനസ്സിലാണ്. തീർച്ചയായും. അതായത് ചില ആളുകള് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ ആളുകള് എന്നേക്കുമായി മരിച്ചുപോയെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെ ആ സന്തോഷം വലിയ സന്തോഷം തന്നെ. തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഈ ഇപ്പോൾ തന്നെ ഈ ഒരു അവസാന ഭാഗത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുകയാണ്. നമുക്ക് പുതിയ പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സമിതിക്ക്? ഇതുപോലത്തെ സ്ഥാപനങ്ങൾ കൂടുതൽ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പറ്റുമെങ്കിൽ ഗവൺമെന്റ് തലത്തില് ഈ MLA-മാരും MP-മാരുടെയൊക്കെ മേൽനോട്ടത്തില് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തണം ഗവൺമെന്റ് ചെലവിൽ. അപ്പോഴേ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ഇതിപ്പം പബ്ലിക്കിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നടത്തുന്നത്. നമ്മൾ നല്ലപോലെ നടക്കുന്നത് കൊണ്ട് ആളുകൾ ഇതിന് വേണ്ടുന്ന ചെലവിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് SS സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യർ സാറാണ്. അപ്പോൾ സാറിന്റെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി സാർ. താങ്ക് യു. മോളെ ലക്ഷ്മി, ഒരു വൃദ്ധസദനത്തിൽ ആർക്കൊക്കെയാ താമസിക്കാൻ കഴിയുക? വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ ആരോഗ്യപരമോ ആയ കാരണങ്ങളാൽ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത പ്രായമായ വ്യക്തികൾക്ക്. സുഹിയ മുത്തച്ഛൻ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങൾ പരിചരിക്കാനില്ലാത്തവർ, വിദൂരത്ത് താമസമുള്ള കുടുംബാംഗങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ബന്ധുക്കൾ വിദേശത്താണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ അനുവാദമുണ്ട്. സാമ്പത്തികമില്ലാത്തവർ, ദൈനംദിന കാര്യങ്ങൾക്കായി വരുമാനം തികയാത്തവർ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് പ്രായമായവർ ഒരു അധികപ്പറ്റാണെന്ന് കരുതുമ്പോൾ അവർക്കും മറ്റു ബന്ധുക്കൾക്ക് ഇവരെ ശുശ്രൂഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കൂടാതെ തീവ്രമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യസഹായം ആവശ്യമുള്ളവരും, ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവരും, വീൽചെയറിന്റെയോ മറ്റു സഹായങ്ങളോ ആവശ്യമുള്ളവർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ലഭിക്കും. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് എന്നീ രോഗങ്ങളുള്ളവരും ഏകാന്തതയിൽ നിന്നും മുക്തി നേടാനും സാമൂഹിക ഇടപെടൽ ഇഷ്ടപ്പെടുന്നവരും വൃദ്ധസദനങ്ങളെ ആശ്രയിക്കുന്നു. ചില പ്രായമായവരും പ്രത്യേകിച്ച് അസുഖം ഒന്നുമില്ലാത്തവരും വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ചില രേഖകൾ ആവശ്യമായി വരുമല്ലോ. എന്തെല്ലാമാണ് ആ രേഖകളെന്ന് മോളൊന്ന് പറഞ്ഞാട്ടെ. മുത്തച്ഛ, അത് വളരെ നിസ്സാരമാണ്. അതിനായിട്ട് ആവശ്യമുള്ളത് ഇനി പറയാം. തിരിച്ചറിയൽ കാർഡ്, അതായത് ആധാർ, പാൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും, ജനന സർട്ടിഫിക്കറ്റ്, പെൻഷൻ കാർഡ്, റേഷൻ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആരോഗ്യനില, തീവ്രമായ ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ വിശദമായ രേഖകൾ, അലർജിയോ മാനസിക ആരോഗ്യത്തിന്റെ ഒരു റിപ്പോർട്ട് ആവശ്യമെങ്കിൽ മാത്രം. അഡ്രസ് പ്രൂഫിനായി ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ബിൽ, മൊബൈൽ ബിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്,
പാസ്ബുക്ക് വിത്ത് അഡ്രസ് ഇവയിൽ ഏതെങ്കിലും, പെൻഷൻ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഫാമിലി ഡീറ്റെയിൽസ്, കുടുംബാംഗങ്ങളുടെ ലിസ്റ്റും കോണ്ടാക്ട് നമ്പറുകളും കൂടാതെ രക്ഷാധികാരിയോ കെയർ ഗീവറോ ഉണ്ടെങ്കിൽ അവരുടെ പേരും കോണ്ടാക്ട് ഡീറ്റെയിൽസും ആവശ്യമായി വരും. മുതിർന്ന വ്യക്തിയുടെ സമ്മതപത്രം, അവർക്ക് അവിടെ താമസിക്കാൻ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സമ്മതപത്രം. ഇതൊക്കെയാണ് വൃദ്ധസദനങ്ങളിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർ കരുതേണ്ട രേഖകൾ. മുത്തച്ഛ, നമുക്കിനി പകൽ വീടിനെ കുറിച്ച് സ്വപ്ന രാജു മാഡം പറയുന്നത് കേൾക്കാം. ഡോക്ടർ ഉമാ മോഹൻദാസിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ശ്രീനാരായണ വനിതാ സമിതി. അത് സ്ത്രീകളുടെ ഐക്യവും ശാക്തീകരണവും സമൂഹത്തിന് കെട്ടുറപ്പിന് സഹായമാകും എന്ന് മനസ്സിലാക്കി തന്റെ സുഹൃത്തായ ശ്രീമതി ഉഷാരാജനോടൊപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അന്നേരം ഇത് സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുവചനത്തിനെ ആസ്പദമാക്കി 1990 സെപ്റ്റംബർ 21 ഈ ശ്രീനാരായണ വനിതാ സമിതി രൂപം കൊണ്ടു. 45 മെമ്പേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ സമിതി ഇന്ന് ഏകദേശം 200ഓളം മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് കൂടിയ പകൽ വീട് എന്നൊരു ആശയം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. 2008 തന്നെ പകൽ വീട് സ്റ്റാർട്ട് ചെയ്തു. 2010 അതിന്റെ ഫസ്റ്റ് ഫ്ലോർ പണികൾ പൂർത്തീകരിക്കുകയും അവിടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആഘോഷം എന്ന് പറയുമ്പോൾ ഓണത്തിന് ഞങ്ങള് അതായത് ഏജ് ഒരു ബാറല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആഘോഷങ്ങൾ നടത്തുന്നത്. അമ്മമാര് 70 വയസ്സ് മകളിലൊക്കെ ഉള്ള അമ്മമാര് ഞങ്ങളോടൊപ്പം തിരുവാതിര, പിന്നെ കോൽക്കളി, പാട്ട്, ഓണപ്പാട്ടുകൾ, ഡാൻസ്, സോളോ ഡാൻസുകള്, സോളോ സോങ്സ്, സ്കിറ്റുകൾ, പിന്നെ മാവേലിയായിട്ട് അമ്മമാര് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇതിൽ ഇൻവോൾവ് ആയിരിക്കും. കൂടാതെ പകൽ വീട്ടിലെ അമ്മമാരും ഒക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ഇതിന്റെ ഈ പ്രോഗ്രാംസിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ ഞങ്ങളെ ഒരു സീനിയർ മെമ്പറായ ശ്രീമതി ശൈലജ രാജഗോപാലാണ്. അതുപോലെ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയ ഞങ്ങളെ ഗസ്റ്റ് TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായ റിട്ടയർഡ് പ്രൊഫസർ സീമ കെ നായരാണ്. ഈ സീമ കെ നായർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പകൽ വീട്ടിലെ ഒരു അമ്മയുടെ മകൾ കൂടിയായിരുന്നു. അമ്മ മരിച്ചുപോയി. ഈ കോവിഡ് സമയങ്ങളിലാണ് അമ്മ മരിച്ചുപോയത്. അന്നേരം ഈ കോവിഡ് സമയം വന്നപ്പോൾ ശരിക്കും ഈ പകൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അമ്മമാർക്ക് ശരിക്കും ഒരു ഏകാന്തത അനുഭവപ്പെട്ട സമയമായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ ഒരു 6-7 അമ്മമാര് മരിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു. അന്നേരം ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങൾ സാന്റാക്ലോസ്, അത് ഞങ്ങളെ മെമ്പർ തന്നെയായിരിക്കും, സാന്റാക്ലോസ് ക്രിസ്മസ് ഡാൻസുകള്, കരോൾ സോങ്സ്, സ്കിറ്റുകള് ഇതൊക്കെ വെച്ച് വളരെ ഗ്രാൻഡായിട്ട് അതും നടക്കും. കൂടാതെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ അന്ന് ശ്രീശീല കുട്ടികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക, അവർക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മമാർക്കായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ്, സ്പോർട്സ്, ഗെയിംസ് തുടങ്ങിയവയൊക്കെ ഞങ്ങൾ ഈ വർഷത്തിന്റെ പ്രത്യേകതയായിരുന്നത്. ഈ സ്പോർട്സും ഗെയിംസും ഒക്കെ അങ്ങനെ ഇതെല്ലാം നടത്തും. കൂടാതെ ഞങ്ങള് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ഡയറ്റും ഇതിനെ കുറിച്ചൊക്കെയാണ്. കൂടാതെ ഒരു ഫിറ്റ്നസ് സെന്ററും സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പിന്നെ വിമൻസ് ഡേ ഗ്രാൻഡ് ആയിട്ടാണ് എല്ലാ വർഷവും നടത്തുന്നത്. മറ്റുള്ള കൊല്ലം ജില്ലയിലുള്ള മറ്റുള്ള കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനികളെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്കൊരു സെമിനാറും ഒരു ഇന്ററാക്ഷൻ സെക്ഷനും, അതായത് കൊല്ലത്തുള്ള നല്ല പ്രഭാഷകരെ കൊണ്ട് ഞങ്ങൾ നടത്തിക്കുകയും ഒക്കെ ക്ലാസ്സുകൾ നടത്തുക, സെമിനാർ, ടോക്ക്, ഇന്ററാക്ഷൻ സെക്ഷൻസ് എല്ലാം നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്ത മാസത്തെ പരിപാടികൾ. അതായത് ഞങ്ങൾ ഈ അമ്മമാരെ ഒരു ആഘോഷത്തിൽ നിന്ന് ഒന്നിന്നും മാറ്റി നിർത്താറില്ല. ഈ വർഷം ഞങ്ങൾ ടൂർ പോയപ്പോ, ടൂർ എന്ന് പറഞ്ഞാൽ 1 day ടൂറാണ് പോകുന്നത്. പോയപ്പം തന്നെ ഈ അമ്മമാരെയും കൂടെ കൂട്ടിയാണ് പോയത്. അതായത് നമ്മുടെ പകൽ വീട്ടിൽ ഇപ്പോ എത്ര അമ്മമാരുണ്ട്? ഞങ്ങൾക്ക് ഏകദേശം 20 അമ്മമാരും കൂടാതെ ഞങ്ങളുടെ സമിതിയിലെ തന്നെ പ്രായമായ അമ്മമാരും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 30 പേരൊക്കെ പകൽ വീട്ടിൽ കാണും. അവര് രാവിലെ ഒരു 9:30 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. അങ്ങനെ അത് വേണോ എന്നുള്ളവർക്ക് അവരെ വിളിച്ചോണ്ട് വന്ന് തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് പോകേണ്ടവർക്ക് ഉച്ചയ്ക്ക് കൊണ്ടാക്കുകയും ചെയ്യും. രാവിലെ വരുമ്പോൾ ഈ പകൽ വീട്ടിലോട്ട് ഈ അമ്മമാര് വന്നു കയറുമ്പോൾ ഞങ്ങളുടെ ഭാരവാഹികൾ
ചെയർപേഴ്സൺ ഉണ്ട്. ഇവരും ഞങ്ങൾ മറ്റു മെമ്പേഴ്സും ചേർന്ന് സ്വീകരിച്ച് ഇവരെ കൊണ്ടുവന്ന് അവര് ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം ആദ്യം ഞങ്ങൾക്ക് ദേവദശകം ചൊല്ലും. കൂടാതെ അവിടെ എല്ലാ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജാതി ഭേദമന്യേ ആണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു യോഗ ട്രെയിനറുണ്ട്, ഇവർക്കായിട്ട് ഒരു യോഗ ട്രെയിനറും ഒരു കോർഡിനേറ്ററും യോഗ ട്രെയിനറുമായിട്ടുള്ളൊരു ലേഡി ഉണ്ട്. അവർ യോഗ ചെയ്യിക്കും. അരമണിക്കൂറിന് ശേഷം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഇവരെ റിലാക്സ് ചെയ്യിക്കും. അതായത് ആ സമയങ്ങളിൽ സ്നാക്സും ടീയും നൽകി ഞങ്ങൾ മെമ്പേഴ്സ് തന്നെ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു സ്നാക്ക് ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം ഈ അമ്മമാരെ ഒരു ലോകമാണ് അവിടെ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസുകൾ, ഈ പ്രായമാകുമ്പോൾ കൈയൊക്കെ വരച്ചിട്ട് എഴുതാനൊരു വരും, അത് മാറ്റാനായിട്ട് ചെറിയ രീതിയിൽ ഇവരെ എഴുതിക്കുക. അത് റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് എഴുതിക്കുക. പിന്നെ കുറെ വേർഡ്സ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു വാക്കുകളൊക്കെ കൊടുത്താൽ ഇവർ അതിൽ നിന്നൊരു 10-60 വേർഡ്സ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ വല്ലപ്പോഴും ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 20 പറ്റും. പക്ഷെ ഈ പ്രായമായ അമ്മമാരൊക്കെ 60 വേർഡ്സ് വരെ, അത് ഇവരിലുണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ് ആണ്. പിന്നെ ഈ സമപ്രായക്കാരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്, പിന്നെ പാട്ട് പഠിപ്പിക്കും, പാട്ട് പാടും ഇവര്. പിന്നെ ഇവരെ ഓർമ്മശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇതിനു വേണ്ടി ഇവരെ പഴയകാല കാര്യങ്ങളൊക്കെ ചോദിക്കും. വളരെ ഉത്സാഹത്തോടുകൂടി ഓർത്തെടുത്ത് ഇവരിതെല്ലാം പറയാറുണ്ട്. പിന്നെ അന്താക്ഷരി കളിക്കും. പിന്നെ ചെറിയ സ്പോർട്സ് ഗെയിംസ് ഇതൊക്കെ അവിടെ നടത്തും. അങ്ങനെ എന്തുകൊണ്ടും ഇവർക്കൊരു എൻജോയബിൾ ടൈമാണത്. ഉച്ചയാകുമ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാലും വെജിറ്റേറിയൻ ഫുഡ് മീൽസ് ആണ് കൊടുക്കുന്നത്. ഞങ്ങളുടേതായ ഒരു കുക്കുണ്ട്. ഇവരെല്ലാ ഇഷ്ടങ്ങളും അറിഞ്ഞ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നൽകുന്നത്. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഈ അമ്മമാരെ ഇഷ്ടത്തിനൊത്ത്, അതായത് ഓരോ ആഴ്ചയും മാറി ഓരോ അമ്മമാരെ ഇഷ്ടത്തിനൊത്തുള്ള ഫുഡുകൾ കൊടുക്കും. ഉച്ച കഴിഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഉച്ചമയക്കം നടത്താം, വേണ്ടാത്തവർക്ക് പോവാം, സമയത്ത് പോവാം. അല്ലെങ്കിൽ വൈകിട്ട് 3:30 ആകുമ്പോൾ ഞങ്ങൾ മുകളിൽ വിമൻ എംപവർമെന്റിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവർക്ക് അവിടെ ചെന്ന് അതിന്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം 3:30 ആകുമ്പോൾ വന്ന് വിളിച്ചോണ്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യും. കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകുന്നതിന്റെ ഉത്സാഹത്തിലാണ് ഇവര് രാവിലെ ഇവിടെ ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത്. കൂടാതെ ഈ അമ്മമാർക്ക് ഞങ്ങള് 3 മാസത്തിലൊരിക്കൽ ഒരു ഔട്ടിങ് കൊടുക്കും. ഹോട്ടൽ ഇവരെ അതുവരെയുള്ള ബർത്ത്ഡേകള് എല്ലാ അമ്മമാരെയും കൂടെ ഒന്നിച്ച് 3 മാസത്തിലൊരിക്കൽ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി ഇവരെ ആഘോഷിക്കാറുണ്ട്. അല്ലാണ്ട് ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് അന്നൊന്ന് ആഘോഷിക്കാറ്, മറ്റേത് ഗ്രാൻഡ് ആയിട്ട് ഈ ഞങ്ങളെ മെമ്പേഴ്സ് എല്ലാരും കൂടെ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഇവർക്ക് ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങളുണ്ട്, ചില സിനിമകൾ കാണും. പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം, എക്സിബിഷൻ കാണാൻ പോകണം. ഇവിടെയൊക്കെ ഇവരെ മക്കൾ പെർമിഷൻ കൊണ്ട് അത് ചെയ്യും. പിന്നെ ഞങ്ങള് ഇതിന് 1 ഡേ ടൂർ പോകുമ്പോ ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ കൂടെ വരാം. എന്റെ ദൈവമേ, അങ്ങയുടെ വഴികൾ എത്ര നിഗൂഢമാണ്. ഒരിടത്ത് സൂര്യപ്രകാശവും മറ്റൊരിടത്ത് തണലും. നമ്മുടെ സർക്കാർ വയോജനങ്ങൾക്കായി എന്തെല്ലാം സൗകര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. മുത്തച്ഛൻ അറിയോ, 2024-25 യൂണിയൻ ബഡ്ജറ്റിൽ സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് മുതിർന്നവരുടെ പരിചരണത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുമുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഗവൺമെന്റ് ശരിക്കും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ വയോജനങ്ങൾ മുന്നോട്ട് വരണം എന്നു മാത്രം. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 13 വൃദ്ധസദനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിച്ച പരിപാടി. സുഹൃത്തുക്കളെ, അടൽ വയോ അഭ്യുദയ യോജന വെറുമൊരു പദ്ധതി മാത്രമല്ല, എന്റെ മുത്തച്ഛനെ പോലെയുള്ള പ്രായമായവർക്ക് സംതൃപ്തിയോടെ ജീവിതം നയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രായമായ ആർക്കെങ്കിലും സഹായമോ വിവരങ്ങളോ ലഭിക്കണമെങ്കിൽ നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ 145667 ഡയൽ ചെയ്യുക. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടം. They define who we are. They are our identity and dignity. And together we say, Our India is great. Hamara Busur, Hamara Abhiman. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നന്ദി, നമസ്കാരം.